ദീപാവലി എന്ന് പറയുമ്പോ നമ്മളെല്ലാരും മൈൻഡിൽ ഫസ്റ്റ് വരുന്ന സ്വീറ്റ് അത് എപ്പോഴും ഗീ പാക്കാ. ഒരിക്കലല്ല, അത് ലഡു അല്ലേ? ഗീ പാക്കാ. ലഡു ഗീ പാക്ക്. ലഡു ഗീ പാക്ക്. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലും അത് ലഡു ആണ്. ലഡു ആണോ ഗീപ്പാക്ക് ആണോ നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. എത്രയോ കാലങ്ങളായിട്ട് നല്ല അഫോർഡബിൾ ആൻഡ് ടേസ്റ്റി ദിവാലി സ്വീറ്റ്സ് മേടിക്കാൻ നമ്മൾ എല്ലാരും പോകുന്ന ഒരു സ്പോട്ടാണ് ഒജിൻ ബേക്സ്. അവർ ഈ ദിവാലി കളറാക്കാൻ കുറച്ച് അടിപൊളി പുതിയ സ്വീറ്റ്സ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നടക്കാനുള്ള ഒജിൻ ബേക്സിലാണ് ഞങ്ങൾ എത്തിയത്. കുറെ ഡിഫറെന്റ് ബ്യൂട്ടിഫുൾ പാക്കിങ്ങിലായിട്ട് പല സൈസസ് ആൻഡ് പല വെറൈറ്റീസിൽ സ്വീറ്റ്സ് വരുന്നു. ഗീപ്പാക്ക് മാത്രം ഇഷ്ടമുള്ളവർക്ക് അതിന്റെ ബോക്സസ് വരുന്നുണ്ട്. മോത്തിച്ചോർ ലഡു മാത്രം ഇഷ്ടമുള്ളവർക്ക് അതിന്റെ ബോക്സസ് മേടിക്കാം. അതെല്ലാം മിക്സഡ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മിക്സഡ് സ്വീറ്റ്സും മേടിക്കാം. ഞാനിപ്പോ ഇവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാജു ബൈറ്റ്സ് ദിവാലി സ്പെഷ്യൽ ആണ്. ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്വീറ്റ്. അപ്പൊ ഇത് ഇവരുടെ കാജു ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രീമിയം സ്വീറ്റ് ബോക്സസ് ആണ്. ഈ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പുതിയതായിട്ട് ഞങ്ങൾ ഇവരുടെ ഫാക്ടറിയിലേക്ക് പോയിട്ടോ. അവിടുത്തെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കളർഫുൾ കാഴ്ചകളായിരുന്നു. ദിസ് ടൈം ട്രൈ ചെയ്തതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ബ്ലൂബെറി ഫ്ലേവറിൽ റോസ് പെറ്റൽസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്വീറ്റ് ആണ് ഇത്. നിങ്ങൾ ചോദിച്ച് മേടിച്ച് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട കാജു ബൈറ്റ്സ് അതും അടിപൊളിയായിരുന്നു. 3 ഡിഫറെന്റ് ഫ്ലേവേഴ്സിലാണ് വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വാരി കഴിക്കാൻ തോന്നും, കാരണം അത്രയും ടേസ്റ്റ് ആട്ടോ ഇവരുടെ മോത്തിച്ചോർ ലഡു ഒക്കെ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആൻഡ് യൂണിഫോം ടെക്സ്ചർ ആയിട്ട് വരും. അപ്പോൾ കോഴിക്കോട് ഒജിൻ ബേക്സിന്റെ നടക്കാവ് അതുപോലെ മെഡിക്കൽ കോളേജ് ഔട്ട്ലെറ്റ്സിലെല്ലാം നിങ്ങൾക്ക് ഈ അടിപൊളി സ്വീറ്റ്സ് മേടിക്കാം. കൂടാതെ ഇവരുടെ തന്നെ ഓപ്പസ് ബേക്സ് ഔട്ട്ലെറ്റ്സ് നിങ്ങൾക്ക് ഈ ദിവാലി സ്വീറ്റ്സ് മേടിക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദിവാലി.